എല്ലാവർക്കും മോർ ടേസ്റ്റ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മസാല റൈസാണ്. ഇതിന് പ്ലെയിൻ ബിരിയാണി മസാല റൈസ് എന്നും പറയും. ഇതിനാവശ്യമായി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനാണെങ്കിൽ 2 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് വെള്ളമാണ് വേണ്ടിയത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. 4 സവാള എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത് 3 രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാള സാധാരണ രീതിയിലും 1 സവാള വലുതായും 1 സവാള തീരെ ചെറുതായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 5-6 കൊച്ചുള്ളി. ഇതെല്ലാം നമുക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഓയിലും ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ചേർത്ത സവാള, 1 സവാള ഞാൻ വലുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാളയാണ് ഞാൻ ഇവിടെ ചേർത്തത്. ഒരു 10-12 മിനിറ്റ് നമ്മളിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് ചതച്ചെടുക്കണം ഇതെല്ലാം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുക. ഇനി സ്റ്റെപ്പ് 2ലേക്ക് നോക്കാം. അവിടെ ഗരം മസാല ഉണ്ട്. ഗരം മസാല എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 സവാള സാധാരണ രീതിയിൽ അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. ഇനി അവിടെ ഏലം, പട്ട, തക്കോലം, ഗ്രാമ്പു എല്ലാം ഇടാം. പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 സവാള സാധാരണ രീതിയിൽ അരിഞ്ഞ 2 സവാള ഇടാം. ഇനി ഒരു 3-4 മിനിറ്റ് നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമസാല, അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ടായിരുന്നു, ആ മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്. തക്കാളി നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ചെറിയ പീസായിട്ട് ഇടാം. ഇനി വേണ്ടിയത് മല്ലിച്ചീരയും പുതിനയിലയാണ്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം 10-12 മിനിറ്റ് നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റുക. ഇനി നമുക്ക് വേണ്ടിയത് മസാല പൊടികളാണ്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, അതും കൂടെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ആഡ് ചെയ്തു. നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടിയത് 3 ഗ്ലാസ് വെള്ളമാണ്. അതും ഇട്ടതിന് ശേഷം വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്തു. ഈ അവസരത്തിൽ നമുക്ക് നെയ്യും ഉപ്പും ഇട്ടതിന് ശേഷം നെയ്യും ഉപ്പും ഇടാം. പിന്നെ മല്ലിച്ചീരയും പുതിനയിലയും ഇടാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 1 വിസിൽ വന്നാൽ മതിയാകും. നമ്മൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 4-5 മിനിറ്റ് കൊണ്ട് 1 വിസിൽ വരും. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 8-10 മിനിറ്റ് കൊണ്ട് 1 വിസിൽ വരും. വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കാവുള്ളൂ. നമുക്ക് നോക്കാം റൈസ് റെഡിയായോ എന്ന്. നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്, താഴെയൊന്നും പിടിച്ചിട്ടുമില്ല. ഇനി നമുക്ക് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നേരിയതായിട്ട് അരിഞ്ഞ സവാള നെയ്യിൽ ഇട്ട് വഴറ്റിയെടുക്കാം. തീരെ നേരിയതായിട്ട് അരിഞ്ഞ സവാള ഉണ്ടായിരുന്നല്ലോ, അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്തു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു റൈസാണ്. ഇതിന് നമുക്ക് മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം കുറച്ച് എന്തെങ്കിലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തൈര്, പിന്നെ എന്ത് കറി വേണമെങ്കിലും ഈ റൈസിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം.